റവ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് മുട്ടയോ ഓവനോ ഇല്ലാതെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത ഫൈൻ ആയിട്ടുള്ള റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇളം മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു മിക്സറിൻ്റെ ജാറിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇപ്പോൾ ദാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കുറച്ച് മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ടൂട്ടി ഫ്രൂട്ടി അടിയിൽ പോയിട്ട് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഡസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ ഡസ്റ്റ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു മൈദ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ടിൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അതിനുശേഷം ഇത് 2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പും സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ 35 മിനിറ്റ് ആയിട്ടാണ് തുറന്ന് നോക്കിയിരിക്കുന്നത്. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കാവുന്നതാണ്. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ അരികുകളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡായിട്ട് വന്നോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നതെന്ന്. നമ്മൾ മൈദ കൊണ്ട് എങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുക ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് റവ ഉപയോഗിച്ചും കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ചേർത്ത് കൊടുത്ത ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് താഴെ പോയിട്ട് സെറ്റിലായിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.